ഐശ്വര്യവും ശക്തിയും നൽകി ഭദ്രകാളി മാതൃഭാവത്തിൽ കുടികൊള്ളുന്ന ഇടം ആലപ്പുഴയിലെ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. ഐശ്വര്യപ്രദായിനിയായും ദേശദേവതയായും കുടുംബദേവതയായും കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശ്രീ ലളിതാ പരമേശ്വരിയായി ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ആശ്രയമായി മാറുന്ന അമ്മ. ഈ ക്ഷേത്രത്തിലെ ഓരോ കല്ലിനും ഐതിഹ്യമുണ്ട്, ഓരോ ചുവരിനും കഥകളുമുണ്ട്. ദേവിയമ്മയെടുക്കാൻ വന്ന് എന്ത് കാര്യം പറഞ്ഞാലും നമുക്ക് അത് സാധിച്ചു തരും. അപ്പോൾ നമ്മുടെ ഒരു സങ്കല്പമാണ് നമ്മൾ ദേവിയമ്മ സാധിച്ചും തന്നിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ മോന് ഒരു കുട്ടിയുണ്ടായിരുന്നല്ലോ, അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ആ കുട്ടി രണ്ടാമതൊരു കുട്ടിയുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഞാൻ ദേവിയമ്മക്കൊരു വന്ന് പുഴുങ്ങാന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇപ്പം എൻ്റെ പ്രാർത്ഥന ദേവിയമ്മ സാധിച്ചു തന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു, അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ നേർന്നു. അങ്ങനെ അത് മാറി, ആദ്യ വർഷം തന്നെ മാറി. പിന്നെ ഞാൻ വർഷങ്ങളായിട്ട് അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മയ്ക്ക് നേർച്ച നേർന്നതാണ്. കുഴപ്പമൊന്നുമില്ലാതെ പ്രസവമൊക്കെ നടക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാം, തുലാഭാരം തൂക്കാൻ. നമസ്കാരം. നമസ്തേ. ഇപ്പം കണിച്ചുകുളങ്ങര ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും നിറഞ്ഞൊരു ക്ഷേത്രമാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ, കഥകളൊക്കെ? ഞാൻ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ ദേവസ്വം മാനേജറാണ്, പേര് മുരുകൻ എന്നാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഒരു ദേശത്തിൻ്റെ 10 മുതൽപ്പറ്റെന്ന് പറയും. അത് കരക്കാർ, 10 കരക്കാരാണ്. ആ ദേശം ഏകദേശം 12,000-14,000 ആൾക്കാർ വരും. ഏകദേശം 7,000 കുടുംബാംഗങ്ങളും. അവരെല്ലാവരും കൂടി മെമ്പർഷിപ്പ് ഉള്ളതുപോലെ ഓണർമാരെ പോലെയാണ് ഈ ക്ഷേത്രം കൊണ്ടു നടക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളാണ്. അദ്ദേഹത്തോട് ചേർത്ത് 17 കമ്മിറ്റി അംഗങ്ങളാണ് ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കളിയാടി ചിരിതൂകി വന്ന അമ്മയാണ് കണിച്ചുകുളങ്ങര അമ്മ. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ കണിച്ചുകുളങ്ങര എന്ന ദേശത്ത് മാതൃഭാവത്തിലിരിക്കുന്ന ഒരമ്മയാണ്. മറ്റുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കാണുന്ന ദേവിയുടെ ഭാവമല്ല ഇവിടെ. ഇവിടെ ചിരിച്ച് പ്രസന്നതയോടുകൂടി ഇരിക്കുന്ന അമ്മയാണ്. പ്രത്യേകിച്ച് കുട്ടികളോട്, സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ വാത്സല്യത്തോടു കൂടിയാണ് അമ്മയുടെ അനുഗ്രഹം കൊടുക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വെളുപ്പിന് 4 മണിക്കാണ് പള്ളി ഉണർത്തൽ നടക്കുന്നത്. 5 മണിയോടുകൂടി നിർമ്മാല്യ ദർശനം തുടങ്ങും. അപ്പോൾ നിർമ്മാല്യ ദർശനം തുടങ്ങുമ്പോൾ തന്നെ അമ്മ ഭക്തരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ജപമാണ്. ഭക്തരിൽ നിന്ന് കിട്ടുന്ന ജപം, നാമജപം, നാമസംകീർത്തനമാണ്. അപ്പോൾ അതിലാണ് അമ്മ ഭക്തരിലെ അത് നല്ല രീതിയിൽ അമ്മയ്ക്ക് കിട്ടുമ്പോൾ അമ്മ അത് ഭക്തരിലേക്ക് അനുഗ്രഹ രശ്മികൾ വർഷിക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഭക്തർ നമ്മുടെ ക്ഷേത്രത്തിൽ അറിയാം, കാരണം ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പ്രത്യേകിച്ച് ഈ ഉത്സവകാലങ്ങളിൽ ചിക്കര വഴിപാടെന്നും പറഞ്ഞൊരു വഴിപാടുണ്ട്. ഈ വർഷം തന്നെ 3000-നടുത്ത് കുട്ടികളാണ് ചിക്കര ഇരിക്കുന്നത്. കുട്ടികളുടെ കുട്ടികളുടെ വഴിപാടാണ് ഇത് ചിക്കര വഴിപാട്. അത് ഒരു 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള കുട്ടികളെയാണ് നമ്മളിവിടെ ചിക്കരയ്ക്ക്. പെൺകുട്ടികൾ 10 വയസ്സും ആൺകുട്ടികൾ 12 വയസ്സും വരെ ആവാം എന്നുള്ളതാണ്. അങ്ങനെ ഇവരെ അടിമയിരുത്തുക. അത് നേരുന്നതെന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു ഗർഭിണിയാകുമ്പോൾ തന്നെ ആ കുഞ്ഞിനും തള്ളയ്ക്കും ഒരു ദോഷങ്ങൾ വരാതിരിക്കുക. അതുകൊണ്ട് അമ്മയ്ക്കൊരു നേർച്ച, എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നല്ല രീതിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒരു ദോഷവും വരാതെ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ആരോഗ്യത്തിലൊരു കുഞ്ഞിനെ തന്നാൽ അമ്മയ്ക്ക് അങ്ങോട്ട് ഒരു ചിക്കര വഴിപാടായി നടത്തിക്കൊള്ളാം. അത് ചിലർ 1 വർഷം, 2 വർഷം, 5 വർഷം വരെ നടത്തുന്നവരുണ്ടാകും. അപ്പോൾ അതാണ് അമ്മയുടെ ഈ ചിക്കര വഴിപാടായിട്ട് ഇവിടെ നടക്കുന്നത്. പിന്നെ അതിലുപരി ഏറ്റവും വലിയ ഒരു പുണ്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു 40% ഭക്തജനങ്ങളിലോട്ട്, ഇതിൻ്റെ വരുമാനത്തിൻ്റെ 40% ഭക്തജനങ്ങളിലോട്ട് കൊടുക്കും. ഒന്ന് വിദ്യാഭ്യാസ ധനസഹായം. ഇതെല്ലാം കൊണ്ടുവന്നത് തന്നെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പൂർവികർ ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഈ ക്ഷേത്രം നിലനിൽക്കുന്നുണ്ടെന്ന്. അപ്പോൾ അന്ന് നമ്മുടെ പൂർവികർ അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച്, അന്നത്തെ സാമ്പത്തികത്തിനനുസരിച്ച് ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ന് നമ്മുടെ 62 വർഷമായി വെള്ളാപ്പള്ളി നടേശ സാറാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചില പുരോഗതികൾക്ക്, ചില ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാര്യങ്ങൾ
മുന്നുള്ളവരും ചെയ്തില്ല എന്നല്ല. കാരണം ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ നിന്നൊരു 40% ക്ഷേത്രാംഗങ്ങളിലോട്ട് തന്നെ കൊടുക്കണം. അതൊന്നാമതായി പറഞ്ഞ വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം മൂല്യം നൽകിയത്. വിദ്യാഭ്യാസത്തിന് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ ധനസഹായം കൊടുക്കുക. ഒരു വീട്ടിലൊരു പെൺകുട്ടി കല്യാണം പ്രായമാകുന്ന സമയത്ത് ആ കുട്ടിക്ക് മംഗല്യനിധി എന്നും പറഞ്ഞൊരു നിധിയുണ്ട്. അതിലേക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും ക്ഷേത്രത്തിൻ്റെ വകയായി. പിന്നെ ഒരു മരണാനന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആ അമ്മയുടെ ഒരു സാന്നിധ്യം പോലെ പണവും അതുപോലെ ഒരു റീത്തും അവിടെ സമർപ്പിക്കാറുണ്ട്. പിന്നെ ഇത്തരം കാര്യങ്ങൾ അവിടെ വളരെ ഭംഗിയായിട്ട് ഇന്ന് വരെ അങ്ങനെ നടന്നു പോവുകയാണ്. അതെല്ലാ വർഷവും എല്ലാ ദിവസവും അങ്ങനെ അതിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നടന്നു പോകുന്നൊരു ക്ഷേത്രമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ ക്ഷേത്രത്തിലും നമ്മൾ ഭദ്രകാളി സ്വരൂപം കണ്ടിട്ടുണ്ട്, ഉഗ്രരൂപിണിയായിരിക്കും. എന്നാൽ കണിച്ചുകുളങ്ങരയിലെ അമ്മ എന്ന് പറയുന്നത് മാതൃഭാവത്തിലിരിക്കുന്നതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞ് കേട്ടിട്ടുള്ളത്, നമുക്ക് ദാരികാവധത്തിന് ശേഷം കലി തീരാതെ അമ്മ ഇങ്ങനെ ശക്തി സ്വരൂപിണിയായി ഇങ്ങനെ ആ രണഭൂമിയിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ദേവദേവന്മാർക്ക് എല്ലാവർക്കും ഭയമായി. അങ്ങനെയാണ് ശിവനെ അടുത്ത് ചെന്ന് ശിവനയുടെ ഉപദേശം തേടി ശിവൻ അന്ന് ഒരു കുഞ്ഞായിട്ട് ദേവി എല്ലാം ഈ ലോകം തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ശക്തി സ്വരൂപിണിയായി നിൽക്കുന്ന ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും പേടിയായി. അങ്ങനെയാണ് ശിവൻ ഒരു കുഞ്ഞായി അമ്മയുടെ മുൻപിൽ വന്ന് കിടക്കുമ്പോൾ അതൊരു കുഞ്ഞിനെ കണ്ടതോടെ അതൊരു അമ്മയുടെ സ്നേഹം കൊടുത്ത മാതൃഭാവമാണ് അമ്മയിലേക്ക് വന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ നമുക്ക് ഏതൊരു ഭക്തർ വരുമ്പോഴും ഏതൊരു ആൾക്കാർ വരുമ്പോഴും അമ്മയെ കണ്ട് തൊഴുമ്പോഴത്തേക്ക് നിർവൃതിയോടുകൂടിയാണ് ആ സ്വർണ്ണത്തിൽ കുളിച്ച് നിൽക്കുന്ന അമ്മ, ആ ചിരിക്കുന്ന ഭാവത്തോടു കൂടി ഉള്ള അമ്മ. നമ്മുടെ ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ ഭക്തരും യാതൊന്ന് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അത് നാണയമാകാം, അരിയാകാം, വെള്ളിയാകാം, സ്വർണ്ണമാകാം, എന്തുമാകാം. അതുപോലെ ഒട്ടനവധി വഴിപാടുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്താൽ അമ്മ അത് ഹൃദയപൂർവ്വം സ്വീകരിക്കും. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ 365 ദിവസവും നടന്നു വരുന്ന പുഴുക്ക് വഴിപാട്. വഴിപാട് ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ അതുപോലെ തന്നെ കല്യാണം നടക്കാതെ വരികയോ അങ്ങനെ എന്തോ ആവശ്യത്തിനാണെങ്കിലും അമ്മയെ പ്രാർത്ഥിച്ച് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവും. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടിയാൽ ഇന്ന് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ അത് സഡൻലിയാണ് അമ്മയുടെ അനുഗ്രഹം കൊടുക്കണേ. അങ്ങനെ വന്നിട്ട് ആ ഒരു വഴിപാട് നടത്തുന്നതാണ് പുഴുക്ക് വഴിപാട്. അത് 365 ദിവസം കൊണ്ട് നട അടച്ചിരിക്കുമ്പോഴും നടക്കുന്ന ഒരു വഴിപാടാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പൊങ്കാല എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ ക്ഷേത്രത്തിൽ അത് പുഴുക്ക് വഴിപാടായിട്ട്, അതായത് നമ്മുടെ അരി അത് പച്ചരി എടുക്കാറുണ്ട്, പുഴുക്കലരി എടുക്കാറുണ്ട്, കുത്തരി എടുക്കാറുണ്ട്. ഇതെല്ലാം പൊടിച്ച് ശർക്കര, പാളയംകുടം പഴം, സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത് തിളച്ച വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് ഇത് റെഡിയാക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഹോട്ടലും കിട്ടത്തില്ല അതിൻ്റെ ഭഗവതിയുടെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ആ ഒരു ടേസ്റ്റ്. അത് ഇവിടെ ദിനംപ്രതി പ്രത്യേകിച്ച് ചൊവ്വ, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ അത്യപൂർവമായ തിരക്കാണ് ഇവിടെ പുഴുക്ക് വഴിപാടിനായിട്ട് കാണുന്നത്. അതുപോലെ കൂത്തു വഴിപാടുകളുണ്ട്, അതുപോലെ ഇവിടെ തിരിപിടുത്തമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഉത്സവ നാളുകളിൽ നടക്കുന്ന ഒന്നാണ് തിരിപിടുത്തം, ചിക്കര വഴിപാട്, പിന്നെ ഗരുഡൻ തൂക്കം. ഇതെല്ലാം ഉത്സവ നാളുകളിൽ മാത്രം നടക്കുന്ന വലിയ പരിപാടികളാണ്. വലിയ ഭക്തിയോടുകൂടി ചെയ്യുന്ന അനുഭവങ്ങളാണ് അവിടെ ആ സമയങ്ങളിൽ വരുന്നത്. ഇനി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നവാഹം എന്നൊരു വലിയ ഒരു യജ്ഞം നടക്കും ഇവിടെ എല്ലാ വർഷവും. നിരന്തര പ്രാർത്ഥനകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. നിരന്തരമെന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളും നാമവും നാമജപവും നാമസങ്കീർത്തനവുമായി എന്നും ഇവിടെ വരുന്ന ഭക്തർക്ക് ഉള്ള സൗകര്യങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വം പ്രസിഡന്റിൻ്റെ നിർദ്ദേശാനുസരണമാണ്. നമുക്ക് ഭക്തർക്ക് വരുമ്പോൾ ക്ഷേത്രത്തിൽ ഇരിപ്പിടം കൊടുക്കുക. അത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും കാണാത്തതാണ്. നമ്മൾ ഇരിപ്പിടം കൊടുക്കാറുണ്ട് അവർക്ക്. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച അന്നദാനമുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇനിയിപ്പോൾ നിരന്തരമായി എല്ലാ ദിവസവും അന്നദാനം കൊടുക്കാനുള്ള പ്ലാനിങ് നടന്നു വരുന്നു. പിന്നെ ഏതൊരു ഭക്തൻ വന്നാലും ഇവിടെ വിശ്രമിക്കാനും ഇരിക്കുവാനും ഒക്കെ കിടക്കുവാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇരിപ്പിടം തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. ഇവിടെ എല്ലാം ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അതുപോലെ അമ്പലത്തിനകത്ത് നടക്കുന്ന പൂജാവിധികൾ, മന്ത്രജപങ്ങൾ, വേദജപങ്ങൾ, തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമായ ക്രിയാവിധികൾ, ഇതെല്ലാം ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വഴിപാടുകളാണ് നമ്മളിവിടെ നടത്തി കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൽ ഏകദേശം 200ഓളം വഴിപാടുകളാണ് നമ്മളിവിടെ ക്ഷേത്രത്തിൽ നടക്കുന്നത്.
ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടുണ്ട് എള്ളി നിവേദ്യം എന്ന് പറയും. അറുനാഴി, പിന്നെ കൂട്ടുപായസം, അമൃതയത്ത്, ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അത് നമ്മളിവിടെ എല്ലാം ഏറ്റവും വില കൂടിയ സാധനങ്ങൾ വാങ്ങിയിട്ടാണ്, ഏറ്റവും ഗുണനിലവാരത്തോടു കൂടിയാണ് ഇവിടുത്തെ പ്രധാന പണ്ടാരിമാർ അതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവിയുടെ കയ്യൊപ്പോടുകൂടി ആ എല്ലാ പ്രസാദങ്ങൾക്കും ഭയങ്കര ടേസ്റ്റുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ ഈ ക്ഷേത്രത്തില് 12 ഉപദേവതകളോട് കൂടിയാണുള്ളത്. അതേതൊക്കെയാണെന്ന് പറയും? നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ചുറ്റമ്പലം വന്നതിന് ശേഷമാണ് ഉപദേവതകൾ കൂടുതലായി വരുന്നത്. ചുറ്റമ്പലം ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രം വിപുലീകരിച്ചു വന്ന സമയത്ത് നമുക്ക് പൂജിക്കുന്ന 12 ഉപദേവതകളാണ്. ഒന്ന് നമുക്ക് ഗണപതി ഭഗവാനുണ്ട്, ധന്വന്തരി മൂർത്തിയുണ്ട്, ഖണ്ഡാകർണനുണ്ട്, വേതാളിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, വിഷ്ണു ഭഗവാനുണ്ട്, ശിവഭഗവാനുണ്ട്, സർപ്പദൈവങ്ങളുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, കൊടുങ്കാളിയുണ്ട്, അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, പിന്നെ നമ്മുടെ ഗുരുദേവൻ്റെ അമ്പലമുണ്ട്. അങ്ങനെ പൂജിക്കുന്ന 12 ഉപദേവതകളാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ നമുക്ക് പൂജിച്ചുകൊണ്ടിരിക്കുന്ന അമ്പലത്തിൻ്റെ തന്നെ ഒരു ദേവത അന്നപൂർണേശ്വരി ക്ഷേത്രം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇപ്പോൾ സപ്താഹമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അത് തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 600 മീറ്റർ ചെല്ലുമ്പോൾ. അവിടെയും ഇവിടെ ക്ഷേത്രത്തിലെത്തുന്നവർ അവിടെ കൂടി പോയാൽ അതിൻ്റെ പൂർണ്ണതയിലെത്തും എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ഗുരുദേവനാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിൻ്റെ ദേവിയുടെ ചൈതന്യം എത്രത്തോളം ഉണ്ടെന്ന് ഗുരുദേവൻ ഇവിടെ വന്ന് കണ്ടു. ഗുരുദേവൻ വന്നിരുന്ന കളത്തട്ടാണ്, ഇപ്പോൾ അത് പുതുക്കിയൊക്കെ പണിതാണ്. പണ്ട് ഗുരുദേവൻ ഈ കളത്തട്ടിൽ വന്ന് ഇരുന്ന് അതിനുശേഷം ക്ഷേത്രത്തിൽ പോയി അവിടുത്തെ അമ്മയുടെ ചൈതന്യം കണ്ട്, അമ്മ ചെറിയൊരാളല്ല, ഈ അമ്മയെ നിവേദ്യം കൊടുത്ത് തന്നെ പൂജിക്കണം. പണ്ട് ചെറിയ രീതിയിൽ പൂജ നടന്നിരുന്ന സ്ഥലമാണ്. ഗുരുദേവൻ്റെ നിർദ്ദേശം അനുസരിച്ച് പഴവും ശർക്കരയും വെച്ച് നേദിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അന്ന് നേദിക്കുന്ന ആൾക്കാണെങ്കിലും വലിയ പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ തന്നെ ഒന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും അമ്മയെ തൊട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ന ഭക്തരിവിടെ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്, ഭഗവതി അവർക്കത് സാധിച്ചു കൊടുക്കണേ എന്നുള്ള രീതിയിൽ പൂജാരി പറയുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷമാണ് ഗുരുദേവൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു ശാന്തിയെ ശിവഗിരിയിലേക്ക് വിട്ടുതരണം, ഇവിടെ മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ അവിടെ വിട്ടാണ് നല്ല പൂജാവിധികളൊക്കെ പഠിച്ച് ഗുരുദേവൻ പിന്നെ അവസാനം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇന്ന് നമുക്ക് 3 പൂജകളും ഒരു ദീപാരാധനയാണ് നടക്കുന്നത്. ഉഷപൂജയുണ്ട്, ഉച്ചപൂജയുണ്ട്, അത്താഴ പൂജയുണ്ട്, പിന്നെ ദീപാരാധന. അതാണിപ്പോൾ ഇങ്ങനെ ചടങ്ങ് നടക്കുന്നത്. ഇനി പന്തിരടി പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇനി പുറകെ വരുന്നുണ്ട്. എന്തുകൊണ്ടും ദശലക്ഷക്കണക്കിന് ഭക്തർ ഓരോ മാസവും വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി നമുക്കിപ്പോൾ തുടർച്ചയായി ഓരോ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന ദേവീ നവാഹം, കണിച്ചുകുളങ്ങര ദേവീ നവാഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നവാഹത്തിന് ദേവിയുടെ എന്തോ 22,000 ശ്ലോകങ്ങൾ എന്തോ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ വന്ന് വർണ്ണിച്ചിട്ട് അത് വർണ്ണനകളിലൂടെ അത് ഭയങ്കരമായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഇതാണ്. അതിൽ തന്നെ ഓരോ ദിവസവും 30,000 40,000 ആൾക്കാരാണ് അന്ന് ഈ ക്ഷേത്ര സന്നിധിയിലെത്തി അന്നം കഴിക്കുകയും പൂജാതി കർമ്മങ്ങളിൽ ഇതേയും ചെയ്യും. ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുള്ള ഒരു ആളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഒക്കെ ഭയങ്കര ലോകം മുഴുവൻ കഴിഞ്ഞ നവാഹം തന്നെ ദിവസം തന്നെ 30,000 40,000 50,000 പേര് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ദേവിയുടെ ചൈതന്യം ഉയർച്ചയിൽ വന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഏതൊരു ഭക്തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയെ കണ്ടാൽ, അമ്മയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ, നമ്മൾ തൊഴുതു പോകുന്ന സമ്പ്രദായമല്ല നമുക്ക് വേണ്ടത്. ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു നാമമെങ്കിലും ജപിക്കണം. ആ ജപിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൂ. അമ്മ ഭക്തരിൽ നിന്ന് ആകർഷിക്കുന്നത് നാമജപമാണ് ഇവിടെ. പ്രത്യേകിച്ച് കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. ഇപ്പോൾ ഉത്സവത്തിന് ഈ ചിക്കരക്കുട്ടികൾ വരുമ്പോഴും ഈ വർഷം തന്നെ 3000-ത്തിനടുത്ത് കുട്ടികളാണ്. അപ്പോൾ അതിന് കുട്ടികൾ വരുമ്പോൾ അവരുടെ രക്ഷകർത്താക്കളായ 2-3 പേരും കൂടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ പ്രദേശം, ഈ ദേശം മുഴുവൻ നിറഞ്ഞ് തിങ്ങി നിൽക്കും. അപ്പോൾ കുട്ടികൾ വന്നാലും അമ്മയോടൊപ്പം അമ്മാക്കൂട്ടത്തിൽ ഒരു കുട്ടിയായിട്ട് നിൽക്കും എന്നാണ് സങ്കല്പം. എന്നിട്ട് കളിക്കുക, ചിരിക്കുക, നാമം ജപിക്കുക, അതൊക്കെയാണ്. പിന്നെ നമ്മൾ ചിക്കരക്കുട്ടികളെ ഇവിടെ എടുക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഉദ്ദേശം, ഇന്നത്തെ തലമുറയെ നമുക്കറിയാം, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ തലമുറയിലുള്ളവർക്കറിയില്ല. അപ്പോൾ ഈ ഒരു 2 വയസ്സ് തൊട്ട് 11 വയസ്സ് വരെയുള്ള കുട്ടികളെ
അവരെ ഈശ്വരവിശ്വാസത്തിലേക്കും നാമജപത്തിലേക്കും വിട്ടു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിക്കും ശക്തിക്കും ഒക്കെ ഉള്ള അവരുടെ സ്വഭാവത്തിനും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള രീതിയിൽ വരണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇനിയുള്ള ചിക്കര അടുത്ത ജനുവരി 27-ാം തീയതി ഈ വരുന്ന ഉത്സവത്തിന് കൊടിയേറിയാണ്. 7:45-നും 8:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് കൊടിയേറ്റം. വളരെ ആലപ്പുഴ കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. കാരണം 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലും ഉത്സവമില്ല. അതിവിടെ കണിച്ചുകുളം ദേവി ക്ഷേത്രത്തിൽ തന്നെയാണ്. കുംഭമാസത്തിലെ തിരുവോണമാണ് കൂട്ടക്കുളം അവസാന ദിവസം എന്ന് പറയുന്നത്. അതാണ് അമ്മയുടെ നാൾ. തിരുവോണമാണ് കണിച്ചുകുളങ്ങര അമ്മയുടെ നാൾ. അപ്പോൾ അങ്ങനെയുള്ള ആ ഉത്സവം ഇവിടെ ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഭക്തിയാദരപൂർവ്വം ഭക്തിസാന്ദ്രമായി ഇതിൽ കൂടാതെ ഭജന ഇരിക്കുന്നവർ ഇഷ്ടമുള്ള പോലെ വരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ ഉള്ള കൂട്ട സമൂഹ പ്രാർത്ഥന ഈ അമ്മയുടെ ചൈതന്യം ഓരോ ദിനവും വർദ്ധിച്ച് കൊണ്ടുവരുന്ന ഒരു ഇതാണ് ഇവിടെയുള്ളത്. നമ്മളെങ്ങനെ നാമം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ നമ്മളോടൊപ്പം എന്ത് കാര്യമാണോ നമ്മൾ അമ്മയോട് പറയുന്നത്, അപ്പോൾ അമ്മ നമുക്കെല്ലാം സാധിച്ചു തരും. ഒത്തിരി അനുഭവം ഇവിടെ ചിക്കര സമയത്ത് തന്നെ ആണെങ്കിൽ പോലും സംസാരിക്കാത്ത കുട്ടികൾ സംസാരിച്ച ഒത്തിരി അനുഭവങ്ങളുണ്ട്. നടക്കാൻ വയ്യാണ്ട് വരുന്ന കുട്ടികൾ നടന്നു പോകുന്ന സംഭവങ്ങളുണ്ട്. ഒക്കെ എല്ലാം മീഡിയകളിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട്, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ അമ്മയുടെ കണ്ടിട്ടുള്ളത്. ഇന്നും ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു മിസ്റ്ററി ആയിട്ട് നിൽക്കുന്ന ഒന്നാണ് ഏഴുവരി കൈതോല എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ കഥ? അവിടെ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഒരു 600-700 മീറ്റർ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് കിഴക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നായിട്ട് ഏഴുവരി കൈതോലയുടെ ആ ക്ഷേത്രം പോലെ നമ്മൾ അവിടെ വെച്ച്, ക്ഷേത്രമായിട്ടില്ല, അവിടെ വിളക്ക് കത്തിക്കാനൊരു പീഠം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ കൈതോല നിറച്ച് അവിടെ നിന്നിട്ട് അത് സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം ഞങ്ങൾക്ക് ഇന്നും ചെല്ലുമ്പോൾ ഏതൊരു ഭക്തനും ചെല്ലുമ്പോൾ ഭക്തിയോടുകൂടി അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. കാരണം പണ്ട് ഇത് സാധാരണ ഏഴുവരി കൈതോല എന്നാണ് ഇപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. പണ്ട് കൈതോലക്ക് ഏതൊരു സ്ഥലത്ത് ചെന്ന് നോക്കിയാലും അത് 3 വരിയേ ഉണ്ടാവുള്ളൂ, അപ്പുറം ഇപ്പുറം സെൻറ്ററിൽ, അങ്ങനെ 3 വരി കൈതോലയാണ്. അതിൻ്റെ ഐതിഹ്യം പറയുന്നത് അന്ന് പുരാതന കാലം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ചെല്ലാൻ പാടില്ലാതിരുന്ന ഏതോ ഒരു കുട്ടി അവിടെ പണ്ട് ജീവിക്കുന്നതിന് വേണ്ടി പാനെയ്ത്തും ഇതിൻ്റെ ഓല എടുത്ത് പാനെയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അന്ന് ഒരു വീട്ടിലെ ഋതുമതിയായ ഒരു കുട്ടി അവിടെ ചെന്ന് ഓല മുറിക്കാനായിട്ട് നോക്കി. അപ്പോൾ അത് ഓല ക്ഷേത്ര സാന്നിധ്യമുള്ള ആ സ്ഥലത്ത് അത് മുറിക്കാൻ പാടില്ലായിരുന്നെന്ന് ആ കൊച്ചിനും അറിയില്ലായിരുന്നു. അങ്ങനെ അത് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ ആ ഓലയിൽ തന്നെ മൊത്തം മുള്ളായിട്ട് വരികയാണ്. അപ്പോൾ അത് ഇപ്പോഴും നമ്മൾ ചെന്ന് നോക്കിയാൽ കാണാം 7 വരി മുള്ളായിട്ടാണ് അവിടെ നിൽക്കണേ. അപ്പോൾ ആ സങ്കല്പത്തിൽ പറയുന്ന അന്ന് അങ്ങനെ ചെന്ന് ചെയ്തത് കൊണ്ടാണ് അങ്ങനെ വന്നെന്നുള്ളതാണ്. അത് ഇന്നും ഭക്തിയോടുകൂടി ക്ഷേത്രം സംരക്ഷിച്ച് അത് ഈ ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാവരും പോയി അത് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ഭക്തിയായ ഒരു അന്തരീക്ഷമാണ് നമുക്കവിടെ ഉള്ളത്. അപ്പോൾ അത് എല്ലാവരും അത് കാണാനും വരണം. കാരണം ഇതിൻ്റെ ചരിത്രം ഇത് തന്നെയാണ്. ഇങ്ങനെ ഇതുപോലെ ഈ കൊച്ചി അവിടെ ചെന്ന് ഇങ്ങനെ ഓല കുറേ മുറിക്കാനായിട്ട് നോക്കിയപ്പോഴാണ് ആദ്യം മുറിച്ചപ്പോൾ തന്നെ അത് മൊത്തം മുള്ളായിപ്പോയി. പിന്നെ അവിടെ തൊടാൻ പറ്റിയില്ല. പിന്നെ പേടിച്ച് പിന്നെ പ്രശ്നം വെച്ച് അതൊക്കെ എന്തൊക്കെ നോക്കിയപ്പോഴാണ് പറയുന്നത് ഇന്ന കാര്യങ്ങളും കൊണ്ടാണ്, അതുകൊണ്ട് ക്ഷേത്രത്തിൽ അത് സംരക്ഷിക്കണമെന്നും പറഞ്ഞ് അത് കഴിഞ്ഞാൽ ക്ഷേത്രം അത് സംരക്ഷിച്ച് ഏറ്റെടുക്കുകയുണ്ടായ ആ ഏരിയ മുഴുവൻ ആ ഇതായിരുന്നു. ആ ഏരിയ ഇപ്പം നിൽക്കുന്ന സ്ഥലം മാത്രമല്ല, ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് കൈതയും 7 വരിയായിപ്പോയി. അവിടെ ഒന്നും എടുക്കാൻ പറ്റാത്തതായിപ്പോയി. അപ്പം ഇന്നും അത് ക്ഷേത്ര സങ്കല്പമായിട്ട്, ക്ഷേത്രത്തിൻ്റെ ആ പുരാതനമായ സങ്കല്പമായിട്ട് അവിടെ ഇന്നും നിലകൊള്ളുകയാണ്. നന്ദി. നന്ദി, നമസ്കാരം.